സെക്സ് റാക്കറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളെ ആദ്യം ഇവർ കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയ മോഹവാഗ്ദാനങ്ങളോടൊപ്പം തന്നെ പണം കൊടുക്കുന്നതിന്റെ അപ്പുറത്തേക്കും ചെറിയ തോതിൽ ഇവരെ ഡ്രഗ് അഡിക്റ്റ് ആക്കി മാറ്റും. അതിനുശേഷമാണ് ഇവരെ കൊണ്ടുപോവുക. പ്രശാന്ത് നാളെ പോയി ഒരാൾ ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരാ എന്നോട് പറയണമെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിക്കും. ചീത്തക്കൂട്ടൊന്നും വേണ്ട. ഇപ്പൊ അവന് ചിലപ്പോ അവനിപ്പോ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ചിലപ്പോ അവൻ നേരെ ബാറിൽ പോയി 2 പെഗ് അടിക്കുമ്പോഴായിരിക്കും അവനോട് സമാധാനം കിട്ടുന്നത്. അതാണ് ഒരു പ്രശ്നം. വിഷമം എന്ന് പറയുന്നത് അവൻ വെള്ളം അടിച്ച് ഫിറ്റായി കിടക്കുന്ന വഴിയിൽ എല്ലാം മുണ്ടും തുണി ഇല്ലാണ്ട് കിടക്കുന്നേക്കാൾ നല്ലതാണ് എന്തെങ്കിലും മേടിച്ച് കഴിക്കുന്നത്. പിന്നെ ലഹരി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതൊരു നോർമലൈസ്ഡ് ആയി വന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം ഒരാൾക്ക് അല്ലാതെ കിടന്ന് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലിങ്ങനെ കുത്തി വലിക്കുകയാണ്. സൈക്കോളജിസ്റ്റുകളുണ്ട് ഇവിടെ, അത്തരം ആശുപത്രികളുണ്ട്. അതേപോലെ തന്നെ സിഗരറ്റും, രാവിലെ ഒരു സിഗരറ്റ്, ഉച്ചയ്ക്ക് ഒരു സിഗരറ്റ്, വൈകിട്ട് ഒരു സിഗരറ്റ്, അങ്ങനത്തെ ആളുകളും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ആതിരെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ലഹരിക്ക് അടിമകളാണെന്നുള്ളത്. ആതിരക്ക് എന്താ തോന്നുന്നത്? അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ മാത്രമാണ് ലഹരിക്ക് അടിമകൾ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഈ ലഹരി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതൊരു നോർമലൈസ്ഡ് ആയി വന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അത് ഒരു അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർക്ക് എളുപ്പത്തിൽ അത് കിട്ടുന്നുണ്ട്. ഒരു ചെറിയ കുട്ടികളെ സംബന്ധിച്ച് തന്നെ അവരിലേക്ക് അത് എത്തപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ അവരുടെ ആഘോഷങ്ങളിൽ അതൊരു പാർട്ടായി മാറുന്നുണ്ട്. ലഹരി പാർട്ടികൾ എന്ന് പറയുന്നത് പണ്ടൊക്കെ ഈ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ബോളിവുഡ് അല്ലെങ്കിൽ ആ തലങ്ങളിലൊക്കെ മാത്രമേ നമ്മൾ ഈ ലഹരി പാർട്ടികളെ പറ്റി കേട്ടിട്ടുള്ളൂ. ഇപ്പൊ എവിടെ എന്തൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ ലഹരി പാർട്ടിയാണെന്നുള്ളതാണ്. ഈ പണ്ട് ഈ വെള്ളമടിക്കുന്നതായിരുന്നു ലഹരിയുടെ ഒരു പ്രധാന രീതി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാ വീടുകളിൽ ഇപ്പൊ ഒരു എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും കുറച്ച് മുതിർന്നവർ ചേർന്നിരുന്ന് വെള്ളം അടിക്കുന്ന ഒരു രീതി. ഈ കോട്ടയം സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമകളിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. കോട്ടയം എന്ന് വെച്ചാൽ കോട്ടയം മച്ചായക്കാരിയാണ്, അപ്പൊ നമ്മൾക്ക് ഈ വെള്ളമടി എന്ന് പറയുന്നത് നോർമലാണ്. അങ്ങനെയൊക്കെ നമ്മൾ കേട്ട് പരിചിതമായിട്ട് ഉള്ളതിന്റെ അപ്പുറത്തേക്കും ഇപ്പോ ഈ സ്കൂൾ ഫെയർവെല്ലുകൾ, അതേപോലെ ബർത്ത്ഡേ ഫ്രണ്ട്സുകളുടെ ഒക്കെ ഇതിനൊക്കെ എല്ലാത്തിനും വെള്ളമടിയാണ് മെയിൻ. എന്തുണ്ടെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ഒരു 4-5 പേര് എവിടെയും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അന്ന് വെള്ളമടി, തിരിച്ചു വരുമ്പോ വെള്ളമടി, സിനിമയ്ക്ക് പോവാണെങ്കിൽ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് വെള്ളമടി ഇല്ലാന്നുള്ളതാണ് ആ ഒരു സംവിധാനത്തിനൊരു രീതി. പ്രത്യേകിച്ച് നേരത്തെ പറയുന്നത് ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങൾ വെള്ളം അടിച്ചുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അപ്പൊ ആ ഒരു ജെൻഡർ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് വിഷയം വന്നിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും വള്ളി ആയി കഴിഞ്ഞാൽ എല്ലാ ആണുങ്ങളുടെ തലയിലായിരുന്നു, അവന്മാര് വെള്ളം അടിച്ച് കള്ളം കുടിച്ച് നടക്കുന്നു. പക്ഷെ ഇപ്പോ അതൊക്കെ മാറി പെണ്ണുങ്ങളും വെള്ളം അടിക്കുന്നോണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരാറില്ല എന്നെനിക്ക് തോന്നുന്നു. അല്ല, അതിന്റെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായിട്ടും ഇപ്പൊ കേരളത്തിൽ പല സ്ഥലങ്ങളിലും അത് അത്രത്തോളം വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പോ ലഹരിയുടെ തന്നെ തീവ്രതലങ്ങളിലേക്ക് പണ്ട് ഈ കഞ്ചാവ് എന്ന് പറയുന്നതൊക്കെ നമുക്കൊരു കഞ്ചാവിൽ ഒരാളെ പിടിച്ചു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഭീകര കാര്യമായിരുന്നു. ഇപ്പൊ ഈ രീതിയിൽ ഒരുപാട് ഡ്രഗ്സുകൾ പുറമേ വന്നിട്ടുണ്ട്. ഇപ്പൊ കൊക്കൈൻ ആണെങ്കിലും അങ്ങനെ ഈ MDMA കുറെ അധികം കേസുകളാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു സ്ഥലങ്ങളിൽ നിന്നും കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ്, അപ്പൊ ആ ഒരു തലങ്ങളിലേക്ക് മനുഷ്യൻ മാറ്റപ്പെട്ടു. കാരണം ഇത് കേട്ട് പരിചിതമാണ്. പണ്ടാണെങ്കിൽ ഒരാളെ പറ്റി മോശം പറയണമെന്നുണ്ടെങ്കിൽ അവൻ കഞ്ചാവാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ പറയുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് ഇപ്പൊ പറയുന്നത് അവൻ കഞ്ചാവാണ്. അല്ലത് ഉപയോഗിക്കാത്ത ആൾക്കാർക്കാണ് എന്തോ പ്രശ്നം. ആ ഒരു തലങ്ങളിലേക്ക് ഇപ്പം ഒരാൾ മദ്യപിക്കുന്നില്ല അല്ലെങ്കിൽ ഒരാൾ സിഗരറ്റ് വലിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിക്കാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർക്കാണ് എന്തോ ഒരു പ്രശ്നം ഉള്ളത് എന്ന തലങ്ങളിലേക്ക് പോകും. പിന്നെ കുറെ അധികം ആൾക്കാർ ഈ ഒരു പാർട്ടിക്ക് അപ്പുറത്തേക്കും ചില ആൾക്കാർക്ക് ഇത് ഇല്ലെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റില്ല. അഡിക്ഷന്റെ തന്നെ ഒരു തീവ്ര തലങ്ങളുണ്ട്. കാരണം ഇതില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ആലപ്പുഴയിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു കേസ് വന്നത്, അഭിഭാഷകൻ അച്ഛനെയും അമ്മയെയും കൊന്നു എന്നുള്ളത്. പിന്നീട് ഈ ഒരു കേസ് കേട്ടപ്പോ എന്താ തോന്നിയെന്നറിയോ? ഒരു സമയത്ത് ഉണ്ടായിരുന്നത് നമുക്ക് ഈ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പുകള്, ഈ ചീത്ത കൂട്ടുകെട്ടുകള്, ഇതിൽ നിന്നാണ് ഈ ലഹരി ഉപയോഗങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ഒരാളുടെ ഈ പറയുന്ന വിദ്യാഭ്യാസമോ ജോലിയോ ഇതൊന്നും ഈ ലഹരിക്ക് ബാധകമല്ല എന്നുള്ളതാണ്. ചീത്തക്കൂട്ടൊന്നും വേണ്ട. ഇപ്പൊ അവന് ചിലപ്പോ അവനിപ്പോ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ചിലപ്പോ അവൻ നേരെ ബാറിൽ പോയി 2 പെഗ് അടിക്കുമ്പോഴായിരിക്കും അവനോട് സമാധാനം കിട്ടുന്നത്. അതാണ് ഒരു പ്രശ്നം. വിഷമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെള്ളം അടിച്ചത് കൊണ്ട് ആ വിഷമം എങ്ങനെയാണ് മാറുന്നത്. പക്ഷെ ചില ആളുകൾക്ക് ഇപ്പം എനിക്കറിയില്ല, ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുന്നതാണോ ഈ വിഷമം ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത്?
ഇപ്പം ഒരാൾക്ക് അല്ലാതെ കിടന്ന് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുത്തി വലിക്കുവാണ്. സൈക്കോളജിസ്റ്റുകളുണ്ട് ഇവിടെ, അത്തരം ആശുപത്രികളുണ്ട്. നിങ്ങൾ പാതിരാത്രി പോയി അവിടേക്ക് കൊണ്ട് പറയുകയാണ് വേണ്ടത്. അല്ലാതെ നമുക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, സാമ്പത്തികത്തിന് ഭക്ഷണം കഴിക്കാൻ പോലും 5 പൈസ ഉണ്ടാവില്ല. പക്ഷെ ഒരു 6 മണിക്ക് ശേഷം ഇവർ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലൊക്കെ കാല് പിടിച്ചിട്ട് ഒരു ക്വാർട്ടറിനുള്ള പൈസയെങ്കിലും സംഘടിപ്പിക്കാന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. ഇത് കിട്ടിക്കഴിഞ്ഞാലേ അവർക്ക് പിന്നെ ഒരു ആശ്വാസം ഉണ്ടാവും. അങ്ങനെ പോയി വെള്ളം അടിക്കരുത്. പൈസ കടം മേടിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും പോയി വെള്ളം അടിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പൈസ ഉണ്ടെങ്കിൽ പോയി വെള്ളം അടിക്കുന്നതിന് വലിയ അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മുടെ പൈസ പോകത്തേ ഉള്ളൂ. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ ചില ആളുകൾ ഈ ഉറങ്ങാൻ പറ്റാത്തപ്പോഴേക്ക് ഇങ്ങനെ പോയി വെള്ളം അടിച്ച് എല്ലാ ദിവസവും ഇങ്ങനെ അടിക്കുന്ന ആളുകളുണ്ട്. എല്ലാ ദിവസവും അവർക്ക് അവസാനം മദ്യപിച്ചാലേ അവർക്ക് ഉറക്കം വരൂ. അങ്ങനത്തെ ഒരു സാഹചര്യം ആവും. അതേപോലെ തന്നെ സിഗരറ്റും, രാവിലെ ഒരു സിഗരറ്റ്, ഉച്ചയ്ക്ക് ഒരു സിഗരറ്റ്, വൈകിട്ട് ഒരു സിഗരറ്റ്, അങ്ങനത്തെ ആളുകളും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറം ഇപ്പൊ കൂടുതൽ പറയുന്ന ജോയിന്റ് അങ്ങനത്തെ കാര്യങ്ങൾ സ്ഥിരം കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത് ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ജനറേഷൻ വൈസ് സിനിമകളിൽ ഇതൊരു ഹീറോയിസം രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഇൻഫ്ലുവൻസ് ആവുന്നത്. ഒരു നായകൻ വരുന്ന സമയത്ത് അവനൊരു സിഗരറ്റ് വലിച്ച് കത്തിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ കൂടുതലായി ഡ്രിങ്ക്സ് കഴിക്കുക. മമ്മൂട്ടി ഇപ്പൊ ഇങ്ങനെയാണ് സിഗരറ്റ് വലിക്കുന്നതെന്നും പറഞ്ഞിട്ട് വലിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് ഇറങ്ങിയ പുള്ളിയുടെ പടത്തിലെ ട്രെയിലറിനകത്ത് പുള്ളി പുക ഇങ്ങനെ കറക്കി വിടുന്ന ഒരു സീനുണ്ട്. അതുപോലെ കറക്കി വിടാൻ ശ്രമിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്. അങ്ങനെ അത് സിനിമ കല പലപ്പോഴും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. കല അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ പോകുന്ന സർക്കിൾ എവിടെയാണോ ആ സർക്കിൾ അനുസരിച്ചിട്ട് ഇത് മാറും. നമ്മളൊരു നല്ലൊരു ചെറുക്കനാണ്, ഒരു ദുശീലം ഇല്ലാത്തൊരു ചെറുക്കൻ നേരെ ചെന്ന് കയറുന്നത് ആ ഒരു സർക്കിളിൽ എല്ലാവരും ഫുള്ള് എല്ലാ ദിവസവും വെള്ളം അടിക്കുന്ന ടീമാണെങ്കിൽ ഇവന് ചിലപ്പോൾ ഒരു ദിവസം ഒരു പെഗ് അടിച്ച് നോക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ട് കൊടുക്കും. അപ്പൊ അവനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്യും. പിറ്റേ ദിവസം അവൻ പിന്നെയും ചെല്ലുമ്പോൾ അവൻ്റെ അടുത്ത് പറയുന്ന ഇന്നൂടെ കുടിച്ചോ. അങ്ങനെ കുടിച്ച് പിന്നെ ഇവനായിരിക്കും മേടിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാടാണ്ട് ഒരു അരയെടുത്ത് നമുക്ക് ഈ പറയുന്ന വെള്ളമടിക്കലിന്റെ അപ്പുറത്തേക്കും ഈ പറയുന്ന ഡ്രിങ്ക്സുകളുടെ അപ്പുറത്തേക്കും ഈ സിന്തറ്റിക് ഡ്രഗ്സുകളുടെ ഒരു കാലമാണിത്. ഇതെല്ലാം ഈ പറയുന്ന വെള്ളമായിരുന്നാലും ഈ പറയുന്ന സിഗരറ്റ് ആയിരുന്നാലും കഞ്ചാവാണായിരുന്നാലും എന്തായിരുന്നാലും ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മൾ സ്വന്തമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കിപ്പോ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ബാറിൽ പോയി വെള്ളം അടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആ പൈസക്ക് എത്ര ഷവർമ അല്ലെങ്കിൽ അൽഫാം അല്ലെങ്കിൽ ജിമ്മിൽ പൈസ കൊടുക്കാം. ഹെൽത്ത് ആരും നോക്കൂലേ ഇങ്ങനത്തെ കാര്യം. വെള്ളം അടിച്ച് ഫിറ്റായി കിടക്കുന്ന വഴിയിൽ എല്ലാം മുണ്ടും തുണിയും ഇല്ലാണ്ട് കിടക്കുന്നേക്കാൾ നല്ലതാണ് എന്തെങ്കിലും മേടിച്ച് കഴിക്കുന്നത്. പക്ഷെ അതൊന്നും ആരും ചിന്തിക്കൂല. എല്ലാവർക്കും അപ്പോൾ ഉള്ളൊരു ഈ പറയുന്ന പോലെ ലിവ് ദ മൊമെന്റ്, ആ സമയം നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുവാണെങ്കിൽ ഒന്നിൽ അഡിക്റ്റ് ആവരുത്. ഇതെല്ലാം വേണം, എല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഈ വേണം എന്ന് പറയുന്നത് നിങ്ങൾക്കാണെങ്കിലും ആ ഒരു നിനക്കൊരു അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സുകളൊക്കെ ഉപയോഗിച്ച് ക്രൈമുകളിൽ ഏർപ്പെടുന്നത്. ഇവരാരും സ്ഥിരം മദ്യപാനികളല്ല, ഇവരാരും സ്ഥിരം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇതിലൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ഒട്ടും വേണ്ടെന്ന് പറയുന്ന ആളുകളായിരിക്കും. പുറത്ത് ഇങ്ങനെ പറഞ്ഞു നടക്കും ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല, ഞാൻ നല്ല ചെറുക്കനാണ്, ഇതിനെപ്പറ്റി കാര്യമായ എല്ലാ ബോധവും ഉണ്ടാവും. പക്ഷെ ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ വൈകുന്നേരമായി കഴിയുമ്പോൾ ഇല്ലെങ്കിൽ റൂമിൽ പോയി കഴിയുമ്പോൾ അടിച്ച് ഫിറ്റ്. ഈ പകൽമാന്യന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവര് ഡെയിലി ഇങ്ങനെ ഇതിനെതിരെയൊക്കെ സംസാരിക്കും. അങ്ങനത്തെ ആളുകളുണ്ട്, അങ്ങനത്തെ ആളുകളുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അല്ലാത്ത ആളുകളും ഉണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട് ഈ കാലഘട്ടത്തിൽ. എനിക്ക് തോന്നുന്നു എറണാകുളത്താണ് ഇത് കുറച്ചും കൂടി. ഇപ്പൊ നമ്മൾ നാട്ടിൻ പുറത്ത് ഉണ്ടെങ്കിൽ പോലും നാട്ടിൽ അങ്ങനെ എന്റെ നാട് വേറെ സ്ഥലമാണ്. അപ്പൊ എനിക്ക് അവിടെ എല്ലാവരുടെയും ഞാൻ നല്ലപോലെ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എന്റെ നാട്ടിൽ പോയി മദ്യപിക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് പഠിക്കാനാണെങ്കിലും ഇല്ലെങ്കിൽ ജോലിക്ക് നമ്മൾ എറണാകുളം, ട്രിവാൻഡ്രം ഇല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും സ്ഥലത്ത് പോയി നിൽക്കുവാണെങ്കിൽ നമുക്ക് അവിടെ പോയി സമാധാനമായിട്ട് കുടിക്കാം. ആ ഒരു മൈൻഡ് വരും. അതാണ് ഈ മിക്ക ജില്ലകളിലും ഈ പുറത്തിറങ്ങി അടി ഉണ്ടാക്കുന്ന. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു കൊച്ചിയിലൊരു പെൺകുട്ടി റോഡില് പോലീസുമായിട്ടുണ്ടായിരുന്ന സംഘർഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തിൽ ആ പെൺകുട്ടി ഒരു ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ഇതിനു മുമ്പ് ഹോസ്റ്റൽ തല്ലി പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരുടെ വീട് കോഴിക്കോടാണ്, പക്ഷെ കൊച്ചിയിൽ വന്നാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവർ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയാം, അവര് എന്തായാലും വീട്ടിലൊന്നും അറിയില്ല, ആരും അറിയില്ല, ഇവിടെ കാട്ടിക്കൂട്ടുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാവരും അറിയും. അതേപോലെ തന്നെ ഈ നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് സെക്സ് റാക്കറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളെ. ആദ്യം ഇവർ കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയ മോഹവാഗ്ദാനങ്ങളോടൊപ്പം തന്നെ പണം കൊടുക്കും. പണം കൊടുക്കുന്നതിന്റെ അപ്പുറത്തേക്കും ചെറിയ തോതിൽ ഇവരെ ഡ്രഗ് അഡിക്റ്റ് ആക്കി മാറ്റും. അതിനുശേഷമാണ് ഇവരെ കൊണ്ടുപോവുക.
അല്ലെങ്കിൽ പിന്നീട് അവർക്ക് ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ചില അതിൻ്റെ അപ്പുറത്തേക്കുള്ള സിന്തറ്റിക് ഡ്രഗ്സുകളൊക്കെ ഉണ്ട്. കാരണം ചെറിയ എമൗണ്ട് ഒക്കെ ചെന്നാൽ മതി, ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒരു വികാരവും ഉണ്ടാവില്ല. പക്ഷെ ഇവരെ പിന്നെ അവരുടെ ആ ഒരു അഡിക്ഷൻ ലെവലിലേക്ക് മാറ്റപ്പെടും. ഈ പറയുന്ന കൊച്ചിയിൽ തന്നെ ഒരു നൈറ്റ് ലഹരി പാർട്ടി ഉണ്ടായിരുന്നു. ആ ലഹരി പാർട്ടിക്കകത്തില് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഈ മോഡൽസുകൾക്കൊക്കെ ചെറിയ തോതിൽ ഈ ഒരു ലഹരി കൊടുക്കും. ലഹരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരെ സെക്ഷലി അവിടെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് അറിയില്ല പിന്നീട് അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ പിന്നീട് അതിന് ആസ്പദമായിട്ടുള്ള ഒരു കേസ് അന്വേഷണങ്ങളോ അതിന് ആരെയും അറസ്റ്റ് ചെയ്യുന്ന തലങ്ങളിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിവിടെ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കൊച്ചിയിലല്ലേ നടക്കുന്നത്, ഇത് നൈറ്റ് ക്ലബ്ബുകളല്ലേ, നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ലേ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇവിടുത്തെ കേസുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് മിഠായി ചോക്ലേറ്റ്സിനകത്തില് ഇത്തരമുള്ള ഡ്രഗ്സുകൾ കൊടുക്കുക, എന്നിട്ട് പിന്നീട് എപ്പോഴും അവരെ അഡിക്ഷൻ ആക്കി മാറ്റി ഇവർക്കത് എന്ന് വെച്ചാൽ തിരിച്ച് എങ്ങനെയെങ്കിലും പൈസകൾ ഉണ്ടാക്കിയിട്ട് അവർക്കത് വാങ്ങിച്ച് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. കാരണം അവരുടെ ഫുൾ ബോഡി അതിനകത്തിലേക്കും മാറ്റപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ പിടികൂടുന്നുണ്ട്. കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് തന്നെ എത്രയോ കുട്ടികളാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്നറിയോ. പക്ഷെ അത് ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ അപ്പുറത്തേക്കും ഇപ്പോ അമ്മമാര് തന്നെ ആ ഒരു തലങ്ങളിലേക്ക് നമുക്കങ്ങനെ സങ്കല്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ കൊല്ലത്ത് നിന്ന് അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയും മകനും ഡ്രഗ് ഡീലേഴ്സ് ആണ്. ആ ഒരു തലങ്ങളിലേക്കൊക്കെ ഈ പറയുന്ന സമൂഹം മാറിയിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു ജനറേഷനെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇതിനു മുൻപും അങ്ങനെ പറയുകയാണെങ്കിൽ ഈ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുള്ള പണ്ടത്തെ മുനിവര്യന്മാരുടെയൊക്കെ കഥകളൊക്കെ പലരും പറയുന്നിട്ടുണ്ട്. അന്ന് മുതൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അന്ന് ആ ഉപയോഗിച്ച ലഹരിയുടെ അപ്ഡേഷൻ ലെവലിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു. ഇപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. പ്രശാന്ത് നാളെ പോയ ഒരാൾ ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരാ എന്നോട് പറയാനെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിക്കും. അതിനപ്പുറത്തേക്ക് നീ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ നിനക്ക് വട്ടാണ് ആ ഒരു തലങ്ങളിലേക്ക് നിന്നെ മാറ്റി നിർത്താനേ ശ്രമിക്കുള്ളൂ. അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്നത് ഇത്തരം ഡ്രഗ്സുകളുടെ ഉപയോഗങ്ങളാണ്. അവർ ആ ഒരു തലങ്ങളിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് സ്വന്തമായിട്ട് മാറും. ഇപ്പൊ ഒരുപാട് ഈ പറയുന്ന ഡി അഡിക്ഷൻ സെന്റേഴ്സിലൊക്കെ സ്വയം പോയിട്ടൊക്കെ മാറുന്ന ആൾക്കാരുണ്ട്. കാരണം അവരെ അനുഭവിക്കും. നിങ്ങളൊക്കെ ഒരു ഡി അഡിക്ഷൻ സെന്റേഴ്സിൽ ഈ ഡ്രഗ് അഡിക്ഷൻ അങ്ങനെയുള്ള അഡിക്റ്റേഴ്സിന് പോകുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന ഒരു പെയിൻ എന്ന് പറഞ്ഞാല് ഇവര് ആദ്യം ഓക്കെ എനിക്ക് തിരിച്ച് ബാക്കപ്പ് ടു ലൈഫിലേക്ക് വരണമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ കാണുന്ന വേദനിച്ച് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയധികം പെയിൻ ആണ് അവരപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾ ഈ അത്ര എളുപ്പമല്ല. ഞാൻ അഡിക്റ്റ് അല്ല, ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഒരു തവണ ഇതിന്റെ അഡിക്ഷൻ ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ലൈഫിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് ഉറപ്പായിട്ട് ഈ പറയുന്ന പോലെ ലഹരി എന്ന് പറയുന്നത് ഞാൻ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ മദ്യമോ സിഗരറ്റോ കഞ്ചാവോ ഒന്നും ലഹരിയല്ല. നമ്മൾ ഇതിനകത്ത് നിന്നൊക്കെ മാറിയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. ഇപ്പം ഒരുപാട് സ്ഥലങ്ങൾ കാണുക അതൊരു ലഹരിയാണ്. ഇപ്പം സിനിമ ഒരു ലഹരിയാണ്. ഇപ്പം നല്ലൊരു പെൺകുട്ടിയെ പ്രേമിച്ചാൽ അതൊരു ലഹരിയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു എല്ലാ ദിവസവും പോയി കഞ്ചാവ് അടിക്കുക അല്ലെങ്കിൽ എല്ലാ ദിവസവും പോയി വെള്ളം അടിക്കുക ഇതാണ് ലഹരി, ഇതിൽ നിന്നാണ് എനിക്ക് സുഖം കിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഇതൊന്നും അല്ലാതെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ വെറും എന്താ പറയാ ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് കിടക്കാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അത് എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. പല ആളുകൾക്കും പല സാഹചര്യമായിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്, നമുക്ക് എല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയും എന്താ പറയാ ഇത്രയൊക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ് നമ്മൾ ഓരോ മനുഷ്യന്മാരും. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഇതുപോലെയൊക്കെ നമ്മുടെ സ്വന്തം ജീവിതം നമ്മളെ തന്നെ നശിപ്പിച്ച് കളയാതെ ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. എല്ലാത്തിലും എൻജോയ് വേണം. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മുടെ ലൈഫ് നമ്മൾ കാരണം നശിച്ചു പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.